വെരി ഗുഡ് മോർണിംഗ് ടു യു. ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്, ചൊവ്വാഴ്ച, ഡിസംബർ 16. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നല്ല തുടക്കമാവട്ടെ, എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ രാവിലെ പറയാനുള്ളൊരു കാര്യം, എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടുന്ന പോസ്റ്റ് ഒന്ന് തുറന്നു പോലും നോക്കാതെ നേരെ ഗുഡ് മോർണിംഗ് ഇട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എൻഗേജ്മെൻറ്റിൻ്റെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതിന് ഏണിങ്സ് പ്രകാരം അതിന് ഏണിങ്സിൻ്റെ ഇത് വളരെ കുറവാണ്. അത് മാത്രമല്ല, നമ്മളൊരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം നൽകുന്ന ആ പോസ്റ്റിന് കിട്ടുന്ന ആ ഒരു ഏണിങ്സ് ഗുഡ് മോർണിംഗിന് കിട്ടുന്നില്ല. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഏണിങ്സ് ഒന്നുമില്ല. 0.01 മുതൽ 0.13 വരെയൊക്കെ ഏണിങ്സ് വരുന്നുള്ളൂ ഒരു പോസ്റ്റിന്. പിന്നെ ചിലർക്കൊക്കെ ഈ ഇതൊക്കെ വരുന്നുണ്ട്, $1 കിട്ടുന്നുണ്ട്. അത് ഈ FBയിൽ പയറ്റി തെളിഞ്ഞ ഒത്തിരി കാലമായിട്ടുള്ള, അല്ലെങ്കിൽ 22K 40K ഫോളോവേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സാധാരണ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം കിട്ടുന്ന ഇത് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ കിട്ടുന്നതിൽ 0.01 ഈ ഗുഡ് മോർണിംഗ് പോസ്റ്റുകൾക്ക് കിട്ടുകയാണെങ്കിൽ, മറ്റ് കമൻസ് ഇടുന്ന പോസ്റ്റുകൾക്കും അതേപോലെ തന്നെ ആളുകൾ ഇത് പോസ്റ്റുകൾ തുറന്നു നോക്കുന്നതിനും 13 വരെയൊക്കെ 0.13 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ മുഴുവൻ വായിച്ച് നോക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു കുറച്ചെങ്കിലും അതിനകത്തൊരു ക്ലിക്ക് വന്ന് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. റീൽസ് ആണെങ്കിൽ ഒന്ന് തുറന്നു നോക്കി അതിൻ്റെ ആദ്യത്തെ ഒരു അര മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഇടാനായിട്ട്. ഈ ഗുഡ് മോർണിംഗ് പോസ്റ്റിന് പൈസ കിട്ടുന്നുണ്ട്. ഇതാണ് ഗുഡ് മോർണിംഗ് പോസ്റ്റിന് കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കിട്ടുന്ന എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. 0.02, 0.3 അതിനകത്ത് കിട്ടുന്നുള്ളൂ. ബാക്കി പോസ്റ്റിന് വളരെയധികം കൂടുതലായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0.12, 13 ഒക്കെ വരെ കിട്ടുന്നുണ്ട്. അത് ഞാൻ എൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ FBയിൽ വീഡിയോ ചെയ്ത് അത്രയും തഴക്കവും പഴക്കവും വന്ന ഒരാളല്ല. എൻ്റെ ഓരോ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കാം, അത് വേറെ വിഷയം. പക്ഷേ കൂടുതലായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിൽ മിക്കവാറും തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ശരിയായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് കമൻറ്റ്. എല്ലാവരും അവരവർക്ക് കിട്ടുന്ന കമൻറ്റിന് മറുപടി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊക്കെ കമൻ്റ് അയക്കുന്ന ആളുകളുടെ പ്രൊഫൈലിൽ പോയി അവർക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊരു തീർച്ചയായ കാര്യമാണ്. ഇത് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അയക്കുന്ന പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം അതിനകത്ത് കമൻറ്റ് ചെയ്യണമെന്ന് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് റീൽസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ 3 മിനിറ്റോ 4 മിനിറ്റോളം നിങ്ങൾ മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് കുറച്ച് ഭാഗമെങ്കിലും കണ്ടിട്ട് വേണം, തുറന്ന് നോക്കിയിട്ട് വേണം അതിനകത്ത് കമൻറ്റ് ഇടാൻ മാത്രം പറയുന്നു. പിന്നെ CMനെ കുറിച്ചുള്ള ബാക്കി ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ കുറച്ചുകൂടിയുള്ള ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു പഠന വിധേയമാക്കിയ കാര്യങ്ങൾ ഇന്ന് ഞാൻ വൈകുന്നേരമോ നാളെയോ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.